മക്കളെ, ഇന്ന് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിന്റെ ബാക്കി, അതായത് ഗാന്ധിജിക്ക് ഗഡി ചോരി ചലി ഗയി എന്ന ചാപ്റ്ററിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിന്റെ ബാക്കി ആക്ടിവിറ്റിയാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. രേഖാങ്കിത് പ്രയോഗം പർ ധ്യാൻ ദേ ഓർ നയേ വാക്യ ബനായേ. താഴെ തന്നിരിക്കുന്ന വാക്യത്തിൽ പ്രയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മസാ കിരിക്കിര ഹോഗയ എന്ന സെന്റൻസും ടോൽ പീട്ട് ദേഗ എന്ന സെന്റൻസും വെച്ചിട്ടാണ് നിങ്ങൾക്ക് വാക്യം തയ്യാറാക്കേണ്ടത്. മസാ കിരിക്കിര എന്ന് പറഞ്ഞാല് രസം, അതായത് ആനന്ദം നഷ്ടപ്പെടുത്തുക എന്നാണ് അർത്ഥം. ടോൽ പീട്ടിനെ പറഞ്ഞാൽ കൊട്ടിഘോഷിക്കുക. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസ് എന്താണെന്ന് നോക്കാം. രോമാഞ്ചക് मैच के बीच अचानक विराट के विकेट गिरने से सारा मजा किरकिरा हो गया. രോമാഞ്ചക മാച്ച് കെ ബീച്ച്, രോമാഞ്ചകമായിട്ടുള്ള മാച്ചിനിടയ്ക്ക് പെട്ടെന്ന് വിരാടിന്റെ വിക്കറ്റ് വീണപ്പോൾ എല്ലാ ആനന്ദവും നഷ്ടപ്പെട്ടു. कोई भी संजू से कुछ मत कहिएगा वह टोल पीट देगा. ആരും സഞ്ജുവിനോട് ഒന്നും പറയരുത്, അവൻ എല്ലാം കൊട്ടിഘോഷിക്കും. ഇതാണ് ഇവിടെ തന്നിരിക്കുന്ന രണ്ട് സെന്റൻസ്. ഇതുപോലെയുള്ള രണ്ട് സെന്റൻസ് നിങ്ങളോട് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം ഇവിടെ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അചാനക് ബിച്ലി ചലി ഗയി ഫിലിം ദേഖ്നെ കാ സാരാ മസാ കിരിക്കിര ഹോ ഗയാ. ഫിലിം എന്നത് എല്ലാ പകുതിയേ ഉണ്ടാവുള്ളൂ കേട്ടോ. അത് ഇങ്ങനെ ചെയ്യണ സമയത്ത് അത് റെഡി ആയിട്ട് വരുന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെ തന്നെ എഴുതിയത്. ഫിലിം എന്നത് നിങ്ങൾ എഴുതുമ്പോൾ കറക്റ്റായിട്ട് എഴുതാം. അതുപോലെ തന്നെ സാരാ മസ കിരിക്കിര ഹോഗയ, നിങ്ങളെ ക്വസ്റ്റ്യനിൽ കണ്ടോ മസ എന്നതിന് ശേഷം കിരിക്കിര ഹോഗയ എന്നത് നിങ്ങളുടെ ക്വസ്റ്റ്യനിലുണ്ട്. അതും കൂടെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് ചേർത്ത് എഴുതാം. ഓക്കെ, മസ വരെ ഞാൻ എഴുതിയിട്ടുള്ളൂ, ബാക്കി മസ കിരിക്കിര ഹോഗയ എന്നത് നിങ്ങൾ ഇതിനോട് ചേർത്ത് എഴുതണം. ഓക്കെ. അച്ചാനക് ബിജ്ലി ചലി ഗയി, പെട്ടെന്ന് കറണ്ട് പോയി, അതുകൊണ്ട് തന്നെ ഫിലിം ദേഖ്നാ സാരാ മസ, ഫിലിം കാണാനുള്ള എല്ലാ രസവും നഷ്ടപ്പെട്ടു. അടുത്തത് നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞു സഞ്ജുവിനോടൊന്നും പറയരുത് എന്നല്ലേ, അതിൻ്റെ എന്താണെന്ന് നോക്കാം. ദൂസരോ കി ഗലത്തി പർ ടോൽ പീഡന അച്ഛാ ആദത്ത് നഹി. മറ്റുള്ളവരുടെ തെറ്റ് കൊട്ടിഘോഷിക്കുന്നത് നല്ല സ്വഭാവമല്ല. അങ്ങനെയാണ് ഇവിടെ ഞാനൊരു സെന്റൻസ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേറെയും സെന്റൻസ് ഉണ്ടാക്കാം. ഓക്കെ, ഇത് തന്നെ വേണമെന്നില്ല, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊരു ഉദാഹരണം കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാം, അതല്ല നിങ്ങൾക്ക് വേറെ ഒറ്റയ്ക്ക് സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ബാത്ചീത്ത് ലിഖിയും, ബാത്ചീത്ത് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. गांधी जी की चाय पार्टी की तैयारियों के बारे में लेडी माउंटबेटन और लॉर्ड माउंटबेटन के बीच की संभावित बातचीत तैयार करें. ഗാന്ധിജിയെ ചായ പാർട്ടിക്ക് വിളിച്ചതിന് ശേഷം മൗണ്ട് ബാറ്റനും അതുപോലെ തന്നെ എന്താണ് ലേഡി മൗണ്ട് ബാറ്റനും തമ്മിലുള്ള സംസാരം, അവരുടെ സംഭാഷണം സങ്കല്പിച്ചെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് നോക്കാം. മൗണ്ട് ബാറ്റനും ലേഡി മൗണ്ട് ബാറ്റനും തമ്മിലുള്ള സംഭാഷണം. മൗണ്ട് ബാറ്റൻ പറയാണ്, ഹംകോ ചായ പാർട്ടിക്ക് തയ്യാറിയാ ശുരു ഹോഗേ, നമുക്ക് ചായ പാർട്ടിയുടെ തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയാലോ എന്ന് പറയാണ്. ശ്രീമതി മൗണ്ട് ബാറ്റൻ, വേ ചായ പിയോഗെ യാ ദൂത്, അദ്ദേഹം ചായയാണോ കുടിക്കുന്നത് അതോ പാലാണോ? ഗാന്ധിജിയെ ഇവര് ചായ പാർട്ടിക്ക് വേണ്ടി വിളിച്ചതാണ്, അദ്ദേഹം ചായയാണോ പാലാണോ കുടിക്കുക എന്ന് ചോദിക്കുകയാണ്. മൗണ്ട് ബാറ്റൻ, ദൂത് ഹി അച്ചായ, മൗണ്ട് ബാറ്റൻ പറയാണ് പാലാണ് നല്ലത്, അദ്ദേഹം ഈ ചായ ആയാലും പാലായാലും നല്ലത് എന്താണ്, പാലാണ് നല്ലത് എന്ന് പറയാണ് മൗണ്ട് ബാറ്റൻ. ശ്രീമതി മൗണ്ട് ബാറ്റൻ, വേ ശാകാഹാരി ഹേ യാ മാംസാഹാരി, അദ്ദേഹം ശാകാഹാരിയാണോ അല്ലെങ്കിൽ മാംസാഹാരിയാണോ? മൗണ്ട് ബാറ്റൻ പറയുന്നു വേ ശാകാഹാരി ഹോഗ, അദ്ദേഹം ശാകാഹാരി തന്നെ ആയിരിക്കും. ശ്രീമതി മൗണ്ട് ബാറ്റൻ, രസോയിയെ ബ്രാഹ്മൺ ഹോന സരൂരി ഹേ യാ കോയി ബി ചലേഗ, ശ്രീമതി മൗണ്ട് ബാറ്റൻ ചോദിക്കുകയാണ് രസോയിയെ പറഞ്ഞാല് അടുക്കളക്കാരൻ, പാചകക്കാരൻ ബ്രാഹ്മണൻ തന്നെ ആവണം എന്നത് അത്യാവശ്യമാണോ? സെരൂരി ഹേയ കോയി ബി ചലേഗ, മറ്റാരെങ്കിലും മതിയാവുമോ? നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുള്ള അതേ സെന്റൻസ് തന്നെയാണ് കേട്ടോ. അതായത് പാചകക്കാരനായിട്ട് ബ്രാഹ്മണൻ തന്നെ വേണ്ടി വരുമോ അതോ മറ്റാരെങ്കിലും വെച്ചാൽ മതിയാവുമോ എന്ന് മൗണ്ട് ബാറ്റൻ ചോദിക്കുകയാണ്. ശ്രീമതി മൗണ്ട് ബാറ്റൻ ചോദിക്കുകയാണ്. മൗണ്ട് ബാറ്റൻ പറയുന്നു ഏക്ക് ബ്രാഹ്മൺ രസോയിക്കോ ബുലായം, നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബ്രാഹ്മൺ രസോയിയെ തന്നെ വിളിക്കാം. ശ്രീമതി പറയുന്നു ഉനക്കോ ഉപവാസ്തോ നഹി രഹേഗ, അദ്ദേഹത്തിന് ഉപവാസമായിരിക്കില്ലല്ലോ, അദ്ദേഹം ഇടയ്ക്ക്
ഉപവാസമൊക്കെ എടുക്കുന്ന ആളാണ്, വ്രതം എടുക്കുന്ന ആളാണ് അല്ലേ. അപ്പൊ അദ്ദേഹത്തിന് വ്രതമായിരിക്കില്ലല്ലോ ആ ദിവസം എന്ന് ശ്രീമതി ചോദിക്കുകയാണ്. മൗണ്ട് ബാറ്റൻ പറയുന്നു, ഹംകോ സഹയോഗി സേ പൂച്ചേ, നമുക്ക് അദ്ദേഹത്തിന്റെ സഹായിയോട് ചോദിക്കാം. അദ്ദേഹത്തിന് ആ ദിവസം ഉപവാസമാണോ എന്ന കാര്യം നമുക്ക് സഹായിയോട് ചോദിക്കാം, ഗാന്ധിജിയുടെ സഹായിയോട് ചോദിക്കാം എന്ന് പറയാം. ശ്രീമതി മൗണ്ട് ബാറ്റൻ, ഗബരാവോ മത്, സാരാ സിമ്മ മേ ഹി കരൂങ്ക, നിങ്ങൾ ഭയപ്പെടാതിരിക്കുന്നു, എല്ലാ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുത്തോളാം, എല്ലാം ഞാൻ ഏറ്റെടുത്ത് ചെയ്തോളാം, നിങ്ങളെ ഭയപ്പെടാതിരിക്കൂ എന്ന് ശ്രീമതി മൗണ്ട് ബാറ്റൻ പറയുന്നു. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ബാധ്യത ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അടുത്തത് ഡയറി എഴുതാനാണ് അല്ലേ. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് തന്നിരിക്കുന്നത് ഡയറി എഴുതാനാണ്. मान ले गांधी जी के साथ ही पहली मुलाकात के बारे में വൈസ്രോയി ने ഡയറി ലിഖി, വ ഡയറി ലിഖി. വൈസ്രോയുടെ ഡയറിയാണ്. ആദ്യ കൂടിക്കാഴ്ച, ഗാന്ധിജിയുമായിട്ടുള്ള ആദ്യ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വൈസ്രോയി എഴുതിയ ഡയറിയാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഡയറി എഴുതിയത്, ഡയറി എഴുതുമ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഡേറ്റ് എഴുതണം. അതിനുശേഷം ഏതെങ്കിലും ഒരു ദിവസം എഴുതണം. ഇവിടെ ഞാൻ സോമവാർ എന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഇവിടെ തന്നിരിക്കുന്നത് ഒരു വർഷം, ഇവിടെ ഞാൻ വർഷം കൊടുത്തിരിക്കുന്നത് 1939 അതുപോലെ ഏതെങ്കിലും ഒരു വർഷം നിങ്ങൾ കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക, മാസവും കൊടുക്കുക, ഡേറ്റും കൊടുക്കുക. അതിൽ പറയുന്നുണ്ട് ചൂടുകാലമാണ് എന്നൊക്കെ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് മാർച്ച് മാസത്തിലത്തത് കൊടുത്തത്. നിങ്ങൾക്ക് അതുപോലെ ഡേറ്റ് നിങ്ങൾ കൊടുക്കുക, അതുപോലെ തന്നെ ദിവസവും കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഡയറി എഴുതി തുടങ്ങാം. ആജ് മേ ഗാന്ധിജിക്കോ ചായ പാർട്ടി പർ ബുലായ, ഇന്ന് ഞാൻ ഗാന്ധിജിയെ ചായ പാർട്ടിക്ക് വിളിച്ചു. ഉന്നെ സരൾ ജീവൻ ബിതാനെ വാലേ തെ, അദ്ദേഹം ലളിത ജീവിതം നയിക്കുന്ന ആളായിരുന്നു. ഗാനെ മേം ബി ഇസി സരളതാ കാ ഭാവ് വേ പാൽത്തേ തെ, ഭക്ഷണ കാര്യത്തിലും ഈ ലാളിത്യം അദ്ദേഹം പാലിച്ചിരുന്നു. ഹമേ ഉൻകെ ലിയെ വിശിഷ്ട ഭോജൻ തയ്യാർ കിയാ താ, ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി വിശിഷ്ട ഭോജനങ്ങളെല്ലാം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ലേക്കിൻ പക്ഷേ ഗാനേക്കോ നാസ്ത ബി സാത്ത് ലാത്താ താ, പക്ഷേ കഴിക്കാനുള്ള നാസ്ത പ്രഭാത ഭക്ഷണം പോലും അദ്ദേഹം കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഗാന്ധിജി കെ വ്യവഹാർ സെ മുझे സമझാ കി, ഗാന്ധിജിയുടെ സ്വഭാവത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി, ഭാരത് കോ ജീത്ന കോയി ആസാൻ ബാത് നഹീ, ഭാരതത്തിനെ ജയിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല എന്ന് എനിക്ക് മനസ്സിലായി. മേ കൈ രാജനീതിക്ക് ബാത്തേ കർത്തി തി, ഞാൻ പല രാഷ്ട്രീയ കാര്യങ്ങളും ചർച്ച ചെയ്തിരുന്നു. ലേക്കിൻ ഗാന്ധിജിനെ അൻമനാപ്പൻ പ്രകടിക്കിയ, പക്ഷേ ഗാന്ധിജി അതിന് അൻമനാപ്പൻ പ്രകടിക്കിയ, ഇഷ്ടമില്ലായ്മ പ്രകടിപ്പിച്ചു. അപ്പനി ചിന്ത ഉൻകി ചിന്ത ചുരാ ഗയാ ചോട്ടി പുരാനി ഗഡി കെ ബാരെ മേ താ, അദ്ദേഹത്തിന്റെ ചിന്ത, അദ്ദേഹത്തിനോട് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ ചിന്ത ചുരാ ഗയാ, നഷ്ടപ്പെട്ട, ചോട്ടി ചെറിയ, പുരാനി പഴയ വാച്ചിനെ കുറിച്ചായിരുന്നു. അദ്ദേഹത്തിന്റെ ചിന്ത അപ്പോഴും അദ്ദേഹത്തിന്റെ അടുത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പഴയതും ചെറിയതുമായിട്ടുള്ള ആ വാച്ചിനെ കുറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത. ഉനെ ഭാരത് കാ ജനനായകത, അദ്ദേഹം ഭാരതത്തിന്റെ ജനനായകനായിരുന്നു. ശാസൻ സുഗം ബനാനെ കെ ലിയെ ഉൻകി സഹായത ആവശ്യകത, ഭരണം സുഗമമാക്കാൻ അദ്ദേഹത്തിന്റെ സഹായം ആവശ്യമായിരുന്നു. ഇസ്ലിയെ ഉൻകോ ചായ് പർ ബുലായ, ഇതിനു വേണ്ടിയാണ് ഞാൻ അദ്ദേഹത്തിനെ ചായ പാർട്ടിക്ക് വിളിച്ചത്. ബുലായ എന്നിവിടെ നിങ്ങൾ സ്റ്റോപ്പ് ഇടണം കേട്ടോ, ഇവിടെ ഇത് വന്നിട്ടില്ല, നിങ്ങൾ ചെയ്യണം. അതുപോലെ ലേക്കിൻ കഴിഞ്ഞിട്ട് ഒരു നേരത്തെ ഇവിടെ കാണിച്ചല്ലോ അതുപോലെ ഡോട്ട് ഇടുക. ലേക്കിൻ എന്നതിന് ഇവിടെ കണ്ട ഡോട്ട് ഇട്ടാണ്, അതുപോലെ ലേക്കിൻ എന്നതിന് നിങ്ങൾ ഇവിടെയും ഡോട്ട് കൊടുക്കണം കേട്ടോ. അത് രണ്ടും ഇവിടെ വന്നിട്ടില്ല, അതൊന്ന് ശ്രദ്ധിക്കുക. ലേക്കിൻ പക്ഷേ എന്ന് പറയാണ്, അതിനു വേണ്ടിയാണ് ഞാൻ അദ്ദേഹത്തിനെ ചായ പാർട്ടിക്ക് വിളിച്ചത്. പക്ഷേ मैं सोचता था कि अंग्रेजों के सामने भारत बहुत पीछे है, ഞാൻ ചിന്തിച്ചിരുന്നു ബ്രിട്ടീഷുകാർക്ക് മുമ്പിൽ ഭാരതം വളരെ പിന്നിലാണെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു.
വേ അംഗ്രേസോ കെ സാമനെ സിർ ജുക്നെ വാല നഹീം. അവർ ബ്രിട്ടീഷുകാർക്ക് മുമ്പിൽ തല കുനിക്കുന്നവരല്ല. അല്ലെങ്കിൽ അദ്ദേഹം, ഗാന്ധിജി, വേ എന്നത് ഗാന്ധിജിയെ ഉൾപ്പെടുത്താം. ടോട്ടലായിട്ട് വേ അവർ എന്നതും നമുക്ക് അവിടെ പറയാം. വേ അംഗ്രേസോ കെ സാമനെ, അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ, ബ്രിട്ടീഷുകാർക്ക് സാമനെ സിർ ജുക്നെ വാല, തല കുനിക്കുന്നവനായിരുന്നില്ല. ബ്രിട്ടീഷുകാർക്ക് മുമ്പിൽ തല കുലിക്കുന്നവരായിരുന്നില്ല. അബ് മേ ക്യാ കരൂം, ഇനി ഞാൻ എന്തു ചെയ്യും. വൈസ്രോയുടെ ഡയറിയാണിത്, അദ്ദേഹം എഴുതിയ ഡയറി. അപ്പൊ എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമ്മുടെ ഗാന്ധിജി കി ഗഡി ചോരി ചലി ഗയി എന്ന ചാപ്റ്ററിൽ ഉള്ള വർക്കുകളൊക്കെ ഇവിടെ കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ആ ചാപ്റ്റർ ഇതിനു മുമ്പ് എടുത്തിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണണം. വർക്കുകളെല്ലാം ചെയ്തു. 2 പാർട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് പാർട്ടിൽ നേരത്തെ പറഞ്ഞല്ലോ, ഇതിനു മുമ്പുള്ള കാര്യങ്ങളൊക്കെ ഫസ്റ്റ് പാർട്ടിലാണുള്ളത്. സെക്കൻഡ് പാർട്ടിലാണ് വരുന്നത്. ഡയറിയും ബാച്ചിത്തും വാക്യത്തിൽ പ്രയോഗിക്കാനുള്ള ഈ 3 കാര്യങ്ങളാണ് സെക്കൻഡ് പാർട്ടിൽ വരുന്നത്. എല്ലാവരും നിങ്ങൾ ക്ലാസ് കാണുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ലൈക്ക് ചെയ്യുക.